ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ബൈ ശാലിനി. ഞാൻ ആദ്യം ഫ്ലോപ്പായി എന്ന് പറഞ്ഞെങ്കിലും സംഭവം അവസാനം അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മാവാണ് കേട്ടോ മുറ്റത്ത് നിൽക്കുന്നത്, നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ ചെയ്യുകയാണ്, മാങ്ങ വെച്ചിട്ടാണ്. ഞാൻ കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോശേരി മാവാണ്, നിറയെ ഫ്ലഷി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചരുവത്തിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പ് ഇട്ട് കല്ലുപ്പാണ്, അത് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചതാണ്. ഇനി ഈ മാങ്ങയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്, 4-5 മാങ്ങയുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് നല്ലപോലെ തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളയണേ. ഒരു ടർക്കി വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെത്തിയെടുക്കണം. ഈ ഉപ്പൊക്കെ നല്ലപോലെ ഇട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് ചൂടാറാൻ വയ്ക്കണം. മാങ്ങയൊന്ന് ചെത്തിയിട്ട് അത് നന്നായിട്ട് അതിൻ്റെ പശ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടിഷ്യൂ വെച്ചൊന്ന് തൂത്ത് കളഞ്ഞു. അപ്പോൾ ഈ തൊണ്ടൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെത്തിയെടുക്കാം. പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു 4 മാങ്ങ എടുത്തിട്ടുള്ളത്, 5 പറിച്ചുകൊണ്ട് വന്നെങ്കിലും 4 ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നിറയെ ഫ്ലഷി ആയിട്ടുള്ള മാങ്ങ ആയതുകൊണ്ടേ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഉണ്ടാവും. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കൈ പിടിച്ച് ചെത്തുമ്പം സൂക്ഷിച്ച് ചെത്തിയില്ലെങ്കിൽ നമ്മുടെ കൈ മുറിയും. കാരണം നല്ലപോലെ തിക്കായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മാങ്ങ. നല്ല മൂത്ത മാങ്ങയാണ്, വളരെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ്റെ ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഫുൾ കണ്ടാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ നമുക്ക് തൊലിയൊക്കെ കട്ട് ചെയ്തെടുത്ത മാങ്ങ നമ്മൾ ഒരു ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇത്തിരി വലുതായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല പുളിയാണ് ഈ മാങ്ങയ്ക്ക്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്തെല്ലാം ഒന്ന് എടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം. ഞാനിവിടെ ഒരു ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ലപോലെ കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്, ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭരണി എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഭരണിയിലേക്ക് നമ്മളിനി ഈ മാങ്ങ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമൊക്കെ നല്ലപോലെ ചൂടാറി ഇരിപ്പുണ്ടേ, അത് ചൂടാറാൻ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ചൂടാറിയ വെള്ളം നമ്മളതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ആറിയിട്ട് വേണം കേട്ടോ നമ്മളതിൽ ഒഴിച്ചു കൊടുക്കാൻ. ചൂടാറിയ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് ആ മാങ്ങയെല്ലാം അതിന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കണം. നമ്മുടെ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. അത് നന്നായിട്ടൊന്ന് ഒരു വള്ളി വെച്ചിട്ട് കെട്ടണം. നമ്മുടെ ഈ മുണ്ടിൻ്റെയൊക്കെ അറ്റം ഉണ്ടല്ലോ, കട്ടിയുള്ള ഭാഗം, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കെട്ടിയിരിക്കുന്നത്. അത് നല്ലപോലെ മുറുക്കി കെട്ടണം. ഒട്ട് വായു കിടക്കാത്ത രീതിക്ക് എയർ ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക. നല്ല ടൈറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു പോളിത്തീൻ കവറോ ഒരു ഷിമ്മി കവറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളതൊന്ന് കംപ്ലീറ്റ് ഒന്ന് മൂടി വെക്കണം. ഇങ്ങനെ ഒന്ന് നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം കവറിട്ട് മൂടി വയ്ക്കുക. അതായത് പ്രാണി ഇങ്ങനെയുള്ളതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഫ്ലോപ്പായി പോയ കഥ പറയണേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇതൊരു 2 മാസത്തോളം ഇതിങ്ങനെ കെട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കണ്ടേ, ഇതെന്തായി ഇതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ അതൊന്ന് അഴിച്ചു നോക്കാം, എന്താ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി വലിയ പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാൻ തുറന്നത്. അപ്പോൾ കണ്ടോ, മാങ്ങ അലുത്ത് അങ്ങ് പോയി. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമ്മൾ ഉപ്പ് മാങ്ങയായിരുന്നു ഇട്ടത്, പക്ഷെ അത് അലുത്ത് പോയി. എങ്കിലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി ഒന്ന് കണ്ടിരിക്കണമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം അത് ഫുള്ളും. അപ്പോൾ ഞാൻ ആ പീസൊക്കെ ഒന്ന് എടുക്കുകയാണ്. മാങ്ങയ്ക്ക് ഭയങ്കര ചൊനയായിരുന്നു, അപ്പോൾ മാങ്ങയുടെ വെള്ളമൊക്കെ നല്ല കറുത്ത് പോയി. എന്നാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ആ മാങ്ങയുടെ. ഉപ്പിലിട്ട് ആ മാങ്ങയുടെ നല്ലൊരു സ്മെല്ല്. പണ്ടത്തെ അമ്മമാരൊക്കെ മുഴുവനെയുള്ള ചെറിയ മാങ്ങകളൊക്കെ ആണ് ഇടാറ്. ഇപ്പോൾ അതൊന്നും കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ഞാനൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഒരു കാരണം എനിക്ക് പിടുത്തം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ തൊണ്ട് ചെത്തുണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നിയത്. അതാണത് അലുത്ത് പോയെന്നൊരു സംശയം. എന്തായാലും ഒരു ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ എടുത്തു വെച്ച ഉപ്പുമാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഏകദേശം മുഴുത്ത ഉള്ളിയാണ്. അതിലേക്ക് കുറച്ച് കാന്താരി മുളക്, നല്ല എരിവാണ് കേട്ടോ കാന്താരി മുളകിന്, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. നമ്മൾ ഇട്ട് നോക്കിയിട്ട് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതൊന്ന് അരച്ചെടുത്തു. നല്ല സൂപ്പർ ഉപ്പുമാങ്ങ ചമ്മന്തി ആയിരുന്നു. കാര്യം ഉപ്പുമാങ്ങ ഇട്ടത് ഫ്ലോപ്പായി പോയെങ്കിലും പക്ഷേ ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വർഷമാണെങ്കിലും ഞാൻ ഇനി തൊണ്ട് ചെത്താതെ ഒന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നറിയാം. എന്തായാലും ചമ്മന്തി സൂപ്പറായിരുന്നു. നല്ല കാന്താരി മുളകിൻ്റെ എരിവും നല്ല പുളിയും എല്ലാം ഉണ്ടായിരുന്നു, മാങ്ങയുടെ പുളി എല്ലാം. പക്ഷേ ഉപ്പിടരുത് കേട്ടോ, നമ്മൾ ഉപ്പിലിട്ട മാങ്ങയല്ലേ, അപ്പോൾ അതിൻ്റെ ഉപ്പിടാതെയാണ് കേട്ടോ ഉപയോഗിച്ച്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. മാങ്ങ ഫ്ലോപ്പായി പോയെങ്കിലും സാരമില്ല, ചമ്മന്തി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അബദ്ധം പറ്റിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.